യെശയ്യാപ്രവചനം 26 അധ്യായം 19 വാക്യം, എന്റെ ഡെഡ് ബോഡി നിമിത്തം, മീനിങ് ഞാൻ ഉയർക്കുന്നത് നിമിത്തം ഞാൻ മാത്രം ഉയർത്തു വരും. അതല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ ഉയർക്കുന്ന നിമിത്തം, ടുഗദർ വിത്ത് മൈ ഡെഡ് ബോഡി ദേ ഷാൽ റൈസ്. ആരാണ് ഈ ദേ എന്ന് പറയുന്നത്? സ്തോത്രം. ഇന്നലെ നടന്നതുകൊണ്ട് നാളെ നടക്കാൻ പോകുന്നതുകൊണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കത്തില്ല. ആ സെക്കൻഡ് നമ്മൾ പോകുകയാണ്. എല്ലാ റോക്കറ്റിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ നമ്മൾ പോകേണ്ടടുത്ത് പോകുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ എങ്ങനെയല്ല, വിശുദ്ധന്മാർ മരിച്ചിട്ട് സ്തോത്രം അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് താഴേക്കാണ് അവർ പോയി കാത്തിരിക്കുകയാണ്. പക്ഷെ അവർക്ക് സ്വയം ഉയർക്കാൻ കഴിയത്തില്ല. So together with my dead body they shall arise. അങ്ങനെ കർത്താവായ യേശുവിന്റെ ഉയർപ്പ് അവനിൽ മാത്രം ഒതുങ്ങിയില്ല. നിങ്ങളുടെ വിടുതൽ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ വിടുതൽ, അത് നിങ്ങൾ മാത്രം ഒതുങ്ങത്തില്ല. സോ നിങ്ങളെ ദൈവം വിടുവിക്കുമ്പോൾ കർത്താവ് ആയിരക്കണക്കിന് ജനത്തെയാണ് അതിന്റെ പിൻപിൽ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ 10,000-കണക്കിന് ആത്മാക്കളുടെ ബ്രേക്ക് ത്രൂ ആണ് കർത്താവ് ദൈവകൃപയാൽ ചെയ്യുന്നത്. വെള്ളമാണോ അതിങ്ങനെ ഒഴുകി വ്യാപിക്കുന്ന പോലെ, കാട്ടുതീയാണോ അതിങ്ങനെ പടരുന്നത് പോലെ, ദൈവകൃപയാൽ നിങ്ങളുടെ വിടുതൽ നിങ്ങൾ മാത്രം ഒതുങ്ങത്തില്ല.